സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ബെഡ് റോക്ക് എഡിഷൻ നല്ല ലാഗ്, സെർവറിലൊന്നും കളിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ കൂട്ടുകാരന് ഞാനൊരു അഡ്വൈസ് കൊടുത്തു. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി അത് പറയാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഞാനിപ്പോൾ ഇട്ടേക്കണ ഷെയ്ഡർ എന്ന് പറയുന്നത് ബെഡ് റോക്ക് എഡിഷനിൽ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡറുകളിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് കിടക്കുന്ന ഷെയ്ഡർ പ്രിസ്മ വിഷ്വൽസാണ്. അപ്പോൾ പ്രിസ്മ വിഷ്വൽസ് എന്ന് പറയുന്ന ഷെയ്ഡർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കുറച്ച് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പാച്ചപ്പ് പോലെയാണ്. ഈ നമുക്ക് എന്തൊരു ഇതിനുണ്ടെങ്കിൽ അതിന് ഒരു പാച്ചപ്പ് കൊടുക്കും. ലൈറ്റിംഗ് ആയാലും അതിന് അത്യാവശ്യം ഒരു പ്രത്യേക തരത്തിലുള്ള റിയലിസ്റ്റിക് രീതിയിൽ കൊടുക്കും. ഞാൻ കുറച്ച് ടെക്സ്ചർ പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇൻവെൻട്രി സോർട്ടിങ്, ഗാമ, അങ്ങനെയുള്ള കുറച്ച്. പിന്നെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനർക്കിലൊക്കെ കയറണമെങ്കിൽ ഞാൻ എക്സ്റേ യൂസ് ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ പാക്കുകളെ കുറിച്ചൊരു വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ വന്നത് ഈ ബെഡ് റോക്ക് എഡിഷനുകാർക്ക് ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ്. അതിന് 2 ഇതുണ്ട്. അതെനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഡിസ്കോഡിൽ കയറുന്നവർക്ക്, എൻ്റെ അല്ല, അതൊരു റൈസ് എസ് എം ബി എന്ന് പറഞ്ഞ SMBയുടെ ഒരു ഡിസ്കോഡ് ചാനലാണ്, ഒരു സെർവറിൻ്റെയാണ്, മൈൻക്രാഫ്റ്റ് സെർവറാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഡിസ്കോഡ് ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഡിസ്കോഡ് ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് ചങ്ക് ലോഡാവണമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ കുറേ ബോട്ടിൽ ഓഫ് എൻജോയ്മെൻറ്റ്സ്, ഈ ബ്ലാസ്റ്റ് ആവണ സ്ഥലത്തിലുള്ള ബോട്ടിൽ എൻജോയ്മെൻറ്റ്സ് ഞാൻ എടുത്ത് എറിയുന്നുണ്ട്. ഇപ്പോൾ സീലാൻഡണൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലോയിങ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. ഒരു ചെറിയ പാച്ചപ്പ്, ഈ ലൈറ്റൊക്കെ കറക്റ്റ് ഒരു റിയലിസ്റ്റിക് രീതിയിൽ കൊടുത്തിട്ടൊക്കെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഞാൻ പിന്നെ TNTയുടെ കുറച്ച് അടുക്കി വെച്ചിട്ട്, ഇത് എനിക്ക് ചെറിയ ലാഗ് അടിക്കും. കാരണം ഞാൻ പ്രിസ്മ വിഷ്വൽസ് യൂസ് ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ് യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ സാധനം ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് ചെറിയൊരു ലാഗ് അടിച്ചായിരുന്നു. അത് സ്വാഭാവികമായിട്ടൊരു ഫോണായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. PC ആണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെങ്കിലും എൻ്റെ ഒരു മൊബൈലാണ്, എൻ്റെ ഡിവൈസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബൂസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ CPU ബൂസ്റ്ററും, CPU എന്ന് എനിക്ക് തോന്നുന്നു, CPU തന്നെയാണെന്ന് തോന്നുന്നു. മൊബൈലിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവമാണ്. അത് എൻ്റെ കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ മൊബൈലിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൊബൈലിൻ്റെ മെയിൻ സംഭവം എന്ന് പറയും, അത് നല്ലോണം രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഹീറ്റൊക്കെ നല്ലോണം താങ്ങി നിർത്തും. വേണമെങ്കിൽ അപ്പോൾ ഡിസ്കോഡ് ലിങ്കിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ RDXMC എന്ന് പറഞ്ഞ ഡിസ്കോഡിലുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാവും, കാരണം എനിക്ക് ചെറിയൊരു നീരഴ്ചയുണ്ട്. അപ്പോൾ എല്ലാം ക്ഷമിക്കണം. ഓക്കെ, ബൈ.